നമസ്കാരം. സെലക്ട് JKയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് KN1 ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനം കേരളം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 22. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമേത്? പാലക്കാട് ചുരം. പുനലൂരിലെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ആര്യങ്കാവ് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൃഷ്ണഗിരി സ്റ്റേഡിയം, വയനാട്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശമേത്? കുട്ടനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏത്? ചേർത്തല. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? വേമ്പനാട്ട് തടാകം. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമേത്? നീണ്ടകര അഴി. ബ്രഹ്മഗിരി മലകൾ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമേത്? ജൂലൈ. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമേത്? പാലക്കാടൻ ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിൽ. കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ പ്രധാനമായും കാണുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്, ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരള ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരിപ്പ, തിരുവനന്തപുരം ജില്ല. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏത്? പത്തനംതിട്ട. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? വെള്ളായണി കായൽ. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കരമന നദി. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമേത്? പുനലൂർ, കൊല്ലം. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം ഏതു നദിക്ക് കുറുകെയാണ്? കല്ലടയാർ. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല, കൊല്ലം. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട. ഏതു നദീതീരത്താണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത്? പമ്പ. ഇന്ത്യയിലെ ആദ്യ ഉൾനാടൻ തുറമുഖം നിലവിൽ വന്നത് എവിടെ? നാട്ടകം, കോട്ടയം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ഗുണമേന്മയ്ക്കുള്ള 159,001 എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏത്? മലപ്പുറം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമട കായൽ. മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് ഏത്? കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളിലുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏത്? കോട്ടയം. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോട്ടയം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? കേരളം. പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് ഏത്? വരവൂർ, തൃശ്ശൂർ.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലം, എറണാകുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേത്? മംഗളവനം. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്. അരുന്ധതി റോയുടെ ഗോഡ്സ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലമായ കോട്ടയത്തെ ഗ്രാമം ഏത്? അയമനം. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ശിവഗിരി മല, ഇടുക്കി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏത്? മൂന്നാർ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? പീരുമേട്. പഞ്ചായത്ത് കുമളി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.